തിങ്ങി നിറഞ്ഞ ജനഹൃദയങ്ങൾക്ക് മുന്നിൽ കാരുണ്യത്തിൻ്റെ കരുതൽ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നാടിനായി സമർപ്പിച്ചു. കളമശ്ശേരി മെഡിക്കൽ കോളേജ് ശിഹാബ് തങ്ങൾ സെൻറ്റർ ഫോർ ഹെൽത്ത് കെയർ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ മുൻ മന്ത്രി വി.കെ. ഇബ്രാഹിം കുഞ്ഞ് ചെയർമാനായിട്ടുള്ള ശിഹാബ് തങ്ങൾ ട്രസ്റ്റിൻ്റെ പ്രഥമ പദ്ധതിയായ മൊബൈൽ ലാബ്, ഡയാലിസിസ് സെൻറ്റർ, ലാബോറട്ടറി എന്നിവയാണ് നാടിനായി സമർപ്പിച്ചത്. കക്ഷി രാഷ്ട്രീയ ജാതിമത ഭേദമന്യേ വൻ ജനാവലിയായിരുന്നു ഉദ്ഘാടന ചടങ്ങിന് എത്തിച്ചേർന്നത്. കളമശ്ശേരി മറ്റക്കാട് നടന്ന ചടങ്ങിൽ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രൊജക്ട് ഉദ്ഘാടനം ചെയ്തു. അതിൻ്റെ പ്രഥമ പദ്ധതിയായ സംരംഭമായ മൊബൈൽ ലാബ് യൂണിറ്റും അതുപോലെ തന്നെ ഡയാലിസിസ് സെന്ററും ലബോറട്ടറിയും അതിലെല്ലാം ഔപചാരികമായ ഉദ്ഘാടനമാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇതുപോലെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ആതുര ശുശ്രൂഷ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ മേജർ ആശുപത്രികളോട് സമീപവും പ്രവർത്തിക്കുന്ന CH സെന്ററുകൾ ആയിരക്കണക്കായ രോഗികൾക്ക് പ്രതിദിനം. പ്രതിപക്ഷ ഉപനേതാവ് IUML ജനറൽ സെക്രട്ടറിയുമായ P.K. കുഞ്ഞാലിക്കുട്ടി അധ്യക്ഷത വഹിച്ചു. ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട് ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, അതിന്റെ പോഷക സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ സമസ്ത മേഖലകളിലും ഉള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പൊതുപ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം, അതാണ് ഞങ്ങളുടെ ഒരു രീതി. ഇസ്ലാമിയുടെ സ്വീകരിച്ചത് അതാണ്. അതെല്ലാ രംഗങ്ങളിലും. ആദ്യകാലത്ത് നമുക്കൊക്കെ അറിയാം, നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം അനാഥ കുട്ടികളായ കാലത്തൊക്കെ ഓർഫനേജ് ഒക്കെ തുടങ്ങിയാണ് നമ്മൾ ആ രംഗത്ത് ഏറ്റവും അധികം വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോ ഓർഫനേജിലെ കുട്ടികളെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുവരല്ല, ഓർഫനേജ് കുട്ടികളെ അവരുടെ വീടുകളിൽ തന്നെ നിർത്തി അവർക്ക് വേണ്ട എല്ലാ സാമ്പത്തിക സഹായവും പഠന സഹായവും അവരുടെ വീട്ടുകാർക്ക് കൊടുക്കുകയാണ്. വ്യവസായ നിയമ കയർ വകുപ്പ് മന്ത്രി P. രാജീവ് മൊബൈൽ ലാബ് ഫ്ലാഗ് ഓഫ് ചെയ്തു. മാനവികമായ ഒരു കാര്യത്തിനാണ് ഇന്ന് തുടക്കം നൽകിയത്. മൊബൈൽ ലാബും ഡയാലിസിസ് സെന്ററും അത് നമ്മുടെ നാട്ടിലെ സാധാരണ ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിന് നേതൃത്വം നൽകിയ പാണക്കാട് തങ്ങളുടെ പേരിലുള്ള ട്രസ്റ്റിനും അതിന് മുൻകൈ എടുത്ത ശ്രീ P.K. ഇബ്രാഹിം കുഞ്ഞിന് അവരുടെയും ഈ സന്ദർഭത്തിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇത്തരം കാര്യങ്ങൾ എല്ലാവരും ചേർന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ്. രോഗത്തിനൊരു പ്രശ്നം രാഷ്ട്രീയമില്ല, മതമില്ല. ഇന്ന രോഗം ഇന്ന രാഷ്ട്രീയത്തിൽപ്പെട്ടവർക്ക് വരില്ല എന്നില്ല, ഇന്ന മതത്തിൽപ്പെട്ടവർക്ക് വരില്ല എന്നില്ല. മതവും രാഷ്ട്രീയവും ഇല്ലാത്തതാണ് ഈ രോഗം. അത്തരം ഘട്ടത്തിൽ എല്ലാവരും ചേർന്ന് തന്നെയാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ MP, സീഷോർ ഗ്രൂപ്പ് ചെയർമാൻ സീഷോർ മുഹമ്മദ് അലി, മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PMA സലാം, കിൻഡർ വുമൻസ് വെൽഫെയർ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ V.K. പ്രദീപ് കുമാർ, സുഡ്കമി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് വൈസ് പ്രസിഡന്റ് സജി മാത്യു, ശിഹാബ് തങ്ങൾ ട്രസ്റ്റ് വർക്കിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് V.E. അബ്ദുൽ ഗഫൂർ, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ജില്ലാ പ്ലാനിംഗ് ബോർഡ് മെമ്പർ ജമാൽ മണക്കാടൻ, PVM ഗ്രൂപ്പ് PA അമീർ അലി, CA ഷാജഹാൻ, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കളമശ്ശേരി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഗണേഷ് മോഹൻ, കളമശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ സീമ കണ്ണൻ, വൈസ് ചെയർപേഴ്സൺ സൽമ അബൂബക്കർ, സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ K. സക്കരിയ, കൊച്ചിൻ ഷിപ്പ്യാർഡ് റിട്ടയർഡ് വൈസ് പ്രസിഡന്റ് MD വർഗീസ്, ഡോക്ടർ AK. ചെറിയാൻ മെമ്മോറിയൽ ചാരിറ്റബിൾ സൊസൈറ്റി ട്രഷറർ ഡോക്ടർ ചാർലി ചെറിയാൻ, വാർഡ് കൗൺസിലർ മൈമൂനത്ത് അഷ്റഫ, ശിഹാബ് തങ്ങൾ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി അബ്ദുൾ റഹീം VA, പുക്കാലി അബ്ദുള്ള, കൗൺസിലർമാർ, മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് കളമശ്ശേരി.